അതുപോലെ തന്നെ ഇന്നലെ അപകടത്തിൽപ്പെട്ട് മരിച്ച 2 പേരുടെ സംസ്കാരം ഇന്ന് ആലപ്പുഴയിൽ നടക്കുകയാണ്. മാവേലിക്കര ആലപ്പുഴ ജില്ലയിൽ തന്നെ. ഷാജഹാൻ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? ശരത്തെ രാവിലെയാണ് സന്തോഷ് സോമൻ്റെ സംഗീത് സോമൻ്റെ സംസ്കാരം നടക്കുക. അതോടൊപ്പം തന്നെ ബിന്ദു നാരായണൻ്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. നമുക്കറിയാം മാവേലിക്കര എന്നുള്ള ഗ്രാമത്തെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. ഇനി 2 പേരുടെ സംസ്കാരങ്ങൾ ബുധനാഴ്ച നടക്കത്തുള്ളൂ. മറ്റ് 2 പേരുടെ സംസ്കാരങ്ങൾ, അതായത് രമയുടെയും മറ്റ് സന്തോഷിൻ്റെ കൂട്ടുകാരൻ്റെയും സംസ്കാരങ്ങൾ നാളെയാണ് നടക്കുക. എന്തായാലും ഒരു 4 പേരാണ് മാവേലിക്കര എന്നുള്ള ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെ അടുത്തടുത്ത വീടുകളിൽ നിന്നും മരണപ്പെട്ടിരിക്കുന്നത്. വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയ, നമുക്കറിയാം ഇന്നലെ രാവിലെ ഈ ഗ്രാമത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയാണ്. ഇവർ നിരന്തരം ഇത്തരത്തിൽ ഈ ബജറ്റ് ടൂറിസം വന്നതോടുകൂടി KSRTC ബസ്സിനെ ആശ്രയിച്ച് ടൂറുകൾ പോകുന്ന ആൾക്കാരായിരുന്നു. ഇവർ നിരന്തരമായിട്ട് പോകുക, തന്നെ 10ഉം 15ഉം പ്രാവശ്യം പോയവരൊക്കെ തന്നെ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ യാത്ര ചെയ്തവർക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം വരികയും വളരെ ദുഃഖം താങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. വളരെ അടുത്ത വീട്ടുകാരും ബന്ധുക്കളും അയൽവക്കക്കാരും ഒക്കെ തന്നെയാണ്. അത്തരത്തിൽ രാവിലെ ഇന്ന് 2 പേരുടെ സംസ്കാരങ്ങളാണ് ശരത്തെ ഇന്ന് രാവിലെ നടക്കുക. ഈ 2 പേരുടെ സംസ്കാരം ഇന്ന് രാവിലെ സോമൻ്റെയും അതോടൊപ്പം തന്നെ മറ്റേ ബിന്ദു നാരായണൻ്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷവും നടക്കും. മറ്റ് 2 പേരുടെ സംസ്കാരങ്ങൾ നാളെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും, മറ്റു 2 പേരുടേത് ബുധനാഴ്ച. അതെ. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ സനോജും അതുപോലെ തന്നെ ഷാജഹാനും പങ്കുവെച്ചത്.